പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാത്തതിൽ റോഡിലെ ചെളിക്കുഴിയിൽ കുളിച്ച യുവാവിന്റെ പ്രതിഷേധം. തോട്ടുമുക്കം സ്വദേശി ഫൈസലാണ് ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ് അതിന് ശോചനീയാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. താൽക്കാലിക പരിഹാരം ഇടയ്ക്ക് വന്ന് ചെയ്തു പോകും. അതുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം എത്തുന്നില്ല. അയൽവാസികൾക്കും റോഡിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്കും സ്കൂളിൽ പോകുന്നവർക്കും മദ്രസയിൽ പോകുന്നവർക്കും ഒന്നും കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപകടം ഏത് സമയം ഇവിടെ ഉണ്ടാകാം. സ്വാഭാവികമായിട്ട് കുഴികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അത് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അതല്ല, ഈ കുഴി കൊണ്ട് തൊട്ടടുത്ത വീട്ടുകാർക്ക് ഒക്കെ വലിയ പ്രയാസം ഉണ്ടാകുകയാണ്. അപ്പോൾ അടിയന്തരമായി ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ റോഡ് ഇത് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിട്ടുള്ള ദിവ്യ നിരന്തരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജമീലുമായിട്ട് ബന്ധപ്പെടുകയും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടായിട്ടില്ല. ഇതൊരു ചെറിയ പ്രതിഷേധമാണ്. ഏതായാലും ഈ തുടർന്ന് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് നാട്ടുകാർ തയ്യാറെടുക്കുകയാണ്. തത്സമയം രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഉഷാറിലെ കാര്യങ്ങൾ ഏതായാലും ആ നാട്ടുകാരൊന്ന് ഉഷാറാവണമെങ്കിൽ ഈ റോഡ് നന്നായി കിട്ടണം എന്ന് തന്നെ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ അടുത്തെങ്ങാനും അതിനൊരു സാധ്യതയുണ്ടോ? അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ ഈ കുളിസീൻ? മോദി, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സമയമാണ്. അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ്, അങ്ങനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഒന്നടങ്കം തന്നെ നിൽക്കുന്നത്. കാരണം ഗതികെട്ട് പോയ ജനങ്ങളാണ്. വാഹനത്തിൽ പോകാൻ കഴിയുന്നില്ല. ഒരു പ്രതിദിനം നൂറുകണക്കിന് ചെറുതും വലുതുമൊക്കെയായ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് മഴ എത്തുന്നത് എന്നുകൂടെ പ്രവചിക്കാൻ കഴിയാത്ത സമയം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത സമയമാണ്. റോഡിൽ ഉടനീളം കുഴികളാണ്. കുഴിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ പോകാൻ കഴിയില്ല, നടന്നു പോകാൻ കഴിയില്ല. അപകടങ്ങൾ എങ്ങനെ നിത്യേന സംഭവമായി മാറിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ഒരു ഗതികെട്ട ജനങ്ങളുടെ പ്രതിഷേധമാണ് റോഡിൽ കണ്ടത്. അതിൻ്റെ പ്രതിനിധിയാണ് ഫൈസലും. ഇത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡാണ്. അങ്ങോട്ടൊക്കെ ഉള്ള റോഡാണ്. അതിൽ ഈ കുഴികളുണ്ടായിട്ട് രൂപപ്പെട്ടിട്ട് നാളുകളായി. നാട്ടുകാർ പല രീതിയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ പരിഹരിക്കാമെന്ന് അധികൃതർ പലതവണ ആവർത്തിക്കുക കൂടെ ചെയ്ത സ്ഥലമാണ്. പക്ഷേ അതിൽ യാതൊരു മാറ്റവും വന്നില്ല. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുഴിയിലുടനീളം വെള്ളം നിറഞ്ഞു. ആ സമയത്താണ് ഫൈസൽ വിധത്തിൽ പ്രതിഷേധവുമായി വന്നത്, ചെളിയിൽ കുളിച്ചുകൊണ്ട്. ഇനിയെങ്കിലും ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചെറിയ സ്പാനർ എടുക്കാൻ പോയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ശരിയാക്കുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ആ വെള്ളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാലോ. അങ്ങനെ പൊതുവഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിക്കണമെങ്കിൽ ആ മനുഷ്യരങ്ങ് ഗതി കെട്ടിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആ ദൃശ്യങ്ങളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇരുചക്ര വാഹനം കടന്നു പോകുന്ന സമയത്ത് അതിന് പിന്നിലിരിക്കുന്നയാൾ കാലുകൊണ്ട് ഉന്തി ആ കുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നത് വല്ലാതെ ഭയം തോന്നുന്ന ഒരു രംഗം കൂടിയാണ് ഇത്.